പല രീതിയിലേക്കും കണ്ടസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്ന രീതികളുണ്ട്. അതുവരെ ഓരോ സീസണിലും മെയിൻലി കണ്ട ഒരു കൂടിയായിരുന്നു LGBTQ റെപ്രസെന്റ് ചെയ്തിട്ട് കണ്ടസ്റ്റന്റ് വരിക എന്നുള്ളത്. സീസൺ 6 അതൊരു മാറ്റമായിരുന്നു അല്ലെ? അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ആന്റി LGBTQ അല്ലെ, അങ്ങനെ പ്രതികരിച്ചിട്ട് കൂടിയായിരുന്നു വരുന്നത്. അത്തരത്തിലൊരു ഒരു സംഘം പ്രതികരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചുപേർ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു നിലകൊള്ളുന്നുണ്ട് തന്നെ അറിയാൻ ഒരു കാരണം കൂടിയായിരുന്നു സീസൺ 6 എന്നുള്ളത് അല്ലെ. ഇത്തരത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് അഭിഷേക് ശ്രീകുമാറിന്റെ ഒരു ആവശ്യമായിരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അഭിഷേക് ഇതിനെതിരെ സംസാരിക്കുന്നതുകൊണ്ട് ബിഗ് ബോസിലോട്ട് വരുമ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് ക്രൂവിന്റെ ആവശ്യമായിരുന്നു. എന്തായിരുന്നു ഇതിന്റെ റിയാലിറ്റി? ഇല്ല, ക്രൂവിന്റെ അങ്ങനെ ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ക്രൂവിനെ സെലക്ട് ചെയ്തത് ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ്. ഞാൻ സിനിമയിലൊക്കെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, മഡ്ഡി, പിന്നെ 3-4 പരസ്യങ്ങൾ, അപ്പൊ അതൊക്കെ ചെയ്തു. പിന്നെ ഒരു ഇന്റർവ്യൂവിനാണെങ്കിലും ഞാൻ സംസാരിക്കുന്ന രീതികളൊക്കെ കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് തന്നെയാണ് അവരെ സെലക്ട് ചെയ്തത്. പക്ഷെ അവരെന്തായാലും എന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും, പിന്നെ അവർക്കറിയാം ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിയാം. പക്ഷെ അതൊന്നും അവർക്ക് പോളിസീസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല. അപ്പൊ അവർക്ക് അങ്ങനെ അതുകൊണ്ടാണ് അവർ സെക്കൻഡ് ഡേ തന്നെ എനിക്ക് വാർണിംഗ് തന്നത്. സെക്കൻഡ് ഡേ വാർണിംഗ് തന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ വാർണിംഗ് തരും എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അവർ വാർണിംഗ് തന്നു, നമ്മളത് നിർത്തിയ. പക്ഷെ അവർക്കറിയാം ഇങ്ങനെ ഒരു ആൾക്കാർ. അഭിഷേകിൽ കണ്ട ഒരു പ്രൊഫൈൽ എന്താ അവര് ശരിക്കും? പ്രൊഫൈൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ആർട്ടിസ്റ്റ്. പിന്നെ അവർക്ക് എന്തോ സംസാരിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ സാധാരണ രീതിയിൽ LGBTQ കുറെ കൂടി ഈ സ്വീകാര്യത കിട്ടിയതിന് വലിയൊരു കാരണമാണ് ബിഗ് ബോസ്. പറയാതെ വയ്യ. പ്രത്യേകിച്ച് കഴിഞ്ഞ ലാസ്റ്റ് സീസണിലൊക്കെ നാദ്രയെ നമ്മൾ കണ്ടതാണ്. അതിന് മുമ്പാണെങ്കിൽ കുറെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ കൂടി സ്വീകാര്യതയ്ക്ക് കാരണമാവുന്ന ഒരു ബിഗ് ബോസ് പോലൊരു ഷോ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത്. ഇത് ശരിക്കും എന്താണ് ഒരു സപ്പോർട്ട് ചെയ്യുന്ന അതേ ഒരു വേദി തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുന്നത് ഇതൊരു ഗെയിം പ്ലാന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. ഇതിന് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതിന് അവര് അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അവര് ഓരോ ടൈപ്പ് കാറ്റഗറി ആൾക്കാരെയാണ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എന്നെ നോക്കുമ്പോൾ അവര് നോക്കുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ അതിനകത്തൊന്നും ഒരാളെ ഇട്ടു, അല്ലാതെ അവര് അതിനകത്ത് വലിയ തിങ്കിങ് ഒന്നും അവര് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നില്ല. പക്ഷെ അവര് ബാക്കി എന്റെ ക്യാരക്ടേഴ്സ്, ഇപ്പൊ നിങ്ങൾ ആ ബിഗ് ബോസിൽ കണ്ട ക്യാരക്ടർ തന്നെയാണ് ഞാൻ അവരുടെ ഇന്റർവ്യൂവിലും എല്ലാം കാണിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. പിന്നെ ഞാൻ ആർട്ടിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അപ്പൊ അതൊക്കെ കാരണമാണ് മെയിൻലി അവർ സെലക്ട് ചെയ്തത്. പക്ഷെ അപ്പം അവർ ഒരു പോസിബിലിറ്റി ഇതിന് ഇട്ടിട്ടുണ്ടാവാം, എനിക്കറിയില്ല. നമുക്ക് അതിനകത്ത് കൂടുതൽ നമുക്ക് അവരുടെ തിങ്കിങ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ നമുക്ക് സെലക്ഷൻ കിട്ടി, നമ്മൾ പോയി, അത്രേ ഉള്ളൂ. അവർ ബാക്കി എങ്ങനെ അവരുടെ തിങ്കിങ് നമുക്ക് പ്രോസസ് അറിയില്ല. സാധാരണ രീതിയിൽ അവിടെ വരുമ്പോ ഈ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ അവനവന് കിട്ടുന്ന ഒരു വലിയ വേദിയുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പല രീതിയിലേക്കുള്ള എയിം ഉള്ളവരുണ്ടായിരിക്കാം. അതിനൊപ്പം തന്നെ അവർ പറയുന്ന ഒരു ഗെയിം പ്ലാൻ ട്രാക്കിനനുസരിച്ച് പോവേണ്ടി വരുന്നുണ്ടായിരിക്കും അല്ലെ, പല രീതിയിലേക്കാണ്. ഇപ്പൊ ക്രൂവിന്റെ സൈഡിൽ നിന്നുള്ള രീതിയിലേക്ക് അഭിഷേക് ശ്രീകുമാറിന് ശരിക്കും ബിഗ് ബോസ് ശരിക്കും എന്തായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം ആക്ടിങ് ആണല്ലോ, ഇപ്പൊ പറഞ്ഞ പോലെ സിനിമാസ് ഒക്കെ ഉണ്ട്. പക്ഷെ എവിടെ ചെന്നാലും നമ്മളൊരു പുതുമുഖമാണ് എന്നുള്ളൊരു സംസാരം എപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പരസ്യങ്ങളിൽ അഭിനയിച്ചാലും കുറെ സോഷ്യൽ മീഡിയ ചാനൽസിന്റെ ഹീറോ ആയിട്ട് അഭിനയിച്ചാലും സിനിമയിൽ അഭിനയിച്ചാലും പിന്നെയും ഞാൻ ചെല്ലുമ്പോൾ പുതുമുഖമാണ്, ആൾക്കാരെന്നെ അറിയുന്നില്ല. അപ്പൊ എനിക്ക് ആൾക്കാർ എന്നെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയോ ബിഗ് ബോസ് എന്നത് ഭയങ്കര പ്ലാറ്റ്ഫോമാണ്, നമ്മുടെ കുടുംബ പ്രേക്ഷകർ എല്ലാം ഒറ്റയടിക്ക് കാണുന്ന സാധനം. അപ്പൊ അതിനകത്ത് പോകുമ്പോൾ പറയുമ്പോൾ എന്നെ ആൾക്കാർ അറിയുന്നു. അപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ഇറങ്ങി കഴിയുമ്പോൾ അടുത്ത സിനിമാസ് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അറിയാലോ, ഇതാണ് അഭിഷേക് എന്ന് അവര് പറയുമല്ലോ. അതായിരുന്നു എന്റെ മെയിൻ ആവശ്യം. അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ കേരളത്തിൽ മിക്കവാറും എല്ലാവർക്കും അറിയാം. അപ്പൊ അത് എന്റെ മെയിൻ ആവശ്യം അതായിരുന്നു. ഈ ആളെ അറിയുന്നു എന്നതിന്റെ ഒപ്പം തന്നെ പ്രത്യേകിച്ച് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. ഇപ്പൊ പൊതുവെ പറയാറുണ്ട് ബിഗ് ബോസ് എന്നൊരു ഇതില് വന്നുള്ള കണ്ടസ്റ്റന്റ് ആണെങ്കിൽ പിന്നീടുള്ള സിനിമയായിക്കോട്ടെ മറ്റെന്തൊരു ആർട്ട് ഫോമിലേക്കോട്ടെ ഈ കിട്ടുന്ന അവസരങ്ങൾ ഭയങ്കരമായിട്ട് ബാധിക്കും എന്ന് പറഞ്ഞേക്കാറുണ്ട്. എവിടേക്കും നമ്മൾ കണ്ട ആൾ ഈ രീതിയിൽ അവരെ തുറന്നു കണ്ടു കഴിഞ്ഞു, പക്ഷെ ഒരു ക്യാരക്ടറായിട്ട് മാറാൻ ഇത് എവിടേക്കും തടസ്സം വരും. പലപ്പോഴും മുൻ മത്സരാർത്ഥികൾ തന്നെ പറഞ്ഞൊരു കാര്യം. ശരിക്കും ഇതൊരു ആളുകൾ തിരിച്ചറിയാൻ ഒരു അവസരമാണെന്ന് കരുതുമ്പോഴും അതിനപ്പുറത്തേക്ക് സിനിമയ്ക്ക് കിട്ടാനുള്ള ഒരു അവസരത്തിന് ഇതൊരു തടസ്സമാവും തോന്നുന്നില്ല അഭിഷേകിന്? അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ഇപ്പം ഞാൻ സിനിമ കുറെ നോക്കി, എന്തായാലും അപ്പം കിട്ടണില്ല, പ്രശ്നങ്ങളൊക്കെ ആവുന്നു. നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തെടുത്തൊക്കെ ഇതെന്തായാലും ആൾക്കാർ അറിയുമല്ലോ. അറിഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ ഭാഗ്യം പോലെ നമ്മുടെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കയറാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഇത്രയും വരെ വന്നില്ലേ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തത്. ഫസ്റ്റ് ഇത് വരട്ടെ, ബാക്കി എന്തായാലും സിനിമയിൽ അവസരങ്ങൾ വരുന്നില്ല, ഫസ്റ്റ് ഇതൊന്ന് കയറട്ടെ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് ചിന്തിക്കുക എന്നാണ് ഞാൻ ചിന്തിച്ച്. ഭാഗ്യത്തിന് ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 1-2 കോളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സംസാരം ഇപ്പൊ അതിന്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട്. ബാക്കി നമുക്ക് അറിയില്ല ഇനി ഫ്യൂച്ചർ എന്താണ്. അത് ലക്കാണ്. ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ലക്ക് എന്നൊരു ഫാക്ടർ ഉണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ലക്ക് എന്നൊരു ഫാക്ടർ ഉണ്ട്. അപ്പൊ ലക്ക് ബേസ്ഡ് എന്താകും, ഞാൻ എന്തായാലും മാക്സിമം എന്റെ രീതിയിൽ ശ്രമിക്കും. എനിക്ക് ആക്ടർ ആവാനൊക്കെ നോക്കാം, നമുക്ക് വരുന്ന രീതിയിൽ. അങ്ങനെ സിനിമ എന്നൊരു സ്വപ്നം കണ്ട ഒരാൾ പക്ഷെ അവിടെ കിട്ടുന്ന സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് കിട്ടുന്ന ഒരു ലേബൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വേറെയാണ് അല്ലെ. ഒരുപക്ഷെ ആളുകൾ വീക്ഷിക്കുന്നതും ആളുകൾ ചർച്ച ചെയ്തതിന് സംസാരിച്ചിരുന്നതും ഒക്കെ സംസാരിച്ചിരുന്നത്
ഈ സിനിമ സ്വപ്നത്തിലേക്കുള്ള ഒരു ദൂരം അല്ലെങ്കിൽ കുറച്ചും കൂടി അടുത്തെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായി എന്നതിനേക്കാൾ അപ്പുറം അഭിഷേക് അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയെ തന്നെയാണ് കൂടുതലും ചർച്ച ചെയ്തിട്ടുള്ളത് അല്ലേ? ഇത് അഭിഷേക് എങ്ങനെ എടുത്തിരിക്കുന്നത്? ഇത് ഒരു പോസിറ്റീവായിട്ടാണോ, ഇതെന്റെ ആവശ്യകതയായിരുന്നോ, എങ്ങനെ കാണുന്നത്? അല്ല, ഞാനിപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ ഞാനായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ആവശ്യം ആൾക്കാർ എൻ്റെ ക്യാരക്ടർ എല്ലാം കണ്ട് കറക്റ്റായിട്ട് എന്നെ മനസ്സിലാക്കി. എനിക്ക് നെഗറ്റീവ്സ് കാണും, നമ്മളാരും എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല, നമുക്ക് നെഗറ്റീവ്സ് കാണും. അപ്പോൾ ആ നെഗറ്റീവ്സും എല്ലാം കണ്ട് ഞാനെന്ന വ്യക്തിയെ ജനങ്ങൾ ആദ്യം മനസ്സിലാക്കട്ടെ എന്നുള്ളതായിരുന്നു. എനിക്കൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഞാനെന്ന വ്യക്തി എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാം. അപ്പം അതിലിപ്പോൾ എനിക്ക് എന്നെക്കാട്ടും കൂടുതൽ ഇപ്പോൾ അവർക്ക് എന്നെ അറിയാന്നുള്ളതാണ്. അപ്പോൾ അതാണ് വൺ ഓഫ് ദി തിങ്സ് ഞാൻ വേണമെന്ന് വെച്ചത്. അത് കറക്റ്റായിട്ട് നടത്തും. ബാക്കി ഇനി മുമ്പോട്ട് അത് വെച്ചിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനൊക്കെയാണ് ഇനി തിങ്കിങ് നമ്മൾ ശരിക്കും ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ടത്. ഇനി എങ്ങനെ ഇത് യൂട്ടിലൈസ് ചെയ്യാം ആ ഒരു രീതിയിൽ. അപ്പം ഞാനല്ല വേറെ രീതിയിലൊന്നും ഇപ്പൊ കപ്പ് ഒന്നും ഒറ്റ ലക്ഷ്യത്തിലൊന്നും അല്ല പോയിരിക്കുന്നത്. കപ്പ് ഏതൊരാളുടെ ആഗ്രഹമാണ്, ആഗ്രഹം, നമ്മുടെ ഒരു ആഗ്രഹമാണ് കപ്പ് എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ഞാൻ പബ്ലിക്കായിട്ട് അവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫേക്ക്നെസ് കാണിച്ചിട്ട് എനിക്ക് കിട്ടുന്ന 5 വോട്ടിനേക്കാളും എനിക്കിഷ്ടം ഞാനായിട്ട് നിന്ന് കിട്ടുന്ന എനിക്ക് 2 വോട്ടാണ്. എനിക്കപ്പം പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ. ഇപ്പോഴും ഞാൻ ഇറങ്ങിയിട്ട് നെഞ്ചും പിരിച്ചാൽ നിൽക്കുന്നത്, നമുക്കതിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എനിക്ക് ആകെ ഇപ്പോൾ അവിടെ വന്നതിൻ്റെ തിരിച്ച് വന്നതിൻ്റെ ഒരു പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് അതായിരുന്നു മെയിൻലി, ആൾക്കാർ എന്നെ നല്ലോണം മനസ്സിലാക്കുക, ഞാനെന്ന വ്യക്തി എന്താണെന്ന് അറിയുക, അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ആൾ എന്താണെന്ന് അറിയുക. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിഞ്ഞോട്ടെ, എനിക്കതിലൊരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ ആ ഒരു ബേസിലാണ് ഞാൻ മൊത്തം പോയിക്കൊണ്ടിരുന്നത് അവിടെ. എവിടേക്കോ സമൂഹത്തിൽ സ്വീകാര്യത കിട്ടി തുടങ്ങുന്നുള്ളൂ, കുറച്ചൊക്കെ കുറെ കിട്ടി LGBT. സോ അങ്ങനെ പോകുന്ന എവിടെയാണ് അഭിഷേക് ശ്രീകുമാർ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയത്, നിലകൊള്ളാൻ തുടങ്ങിയത് എപ്പോഴാണ്? അല്ല, ഞാനിത് നിൽക്കാൻ തുടങ്ങിയത് വെച്ചാൽ മീൻസ് നമ്മളിപ്പം സോഷ്യൽ മീഡിയസിലൊക്കെ കാണുന്നുണ്ട് ഓരോ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അമേരിക്കയിൽ എന്താ നടക്കുന്നത്, കാനഡയിൽ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് കുറച്ച് ടൈപ്പ് ഓഫ് ആൾക്കാരുടെ അജണ്ട വേറെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇപ്പം നോക്കിയപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. അപ്പോൾ അവരെല്ലാം കൂടുതൽ നമ്മളും സംസാരിച്ച ഡിസ്കഷൻ, നമ്മളങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റി ആയിട്ടൊന്നുമല്ല, നമ്മൾ എന്തായാലും ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഡിസ്കഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്ന ആളാണ്. ഇതൊരു സംഘടനയായിട്ട് മാറിയോ? ഇല്ല. യെസ് കേരള എന്താ? യെസ് കേരള എന്ന് പറഞ്ഞിട്ട് എന്ത് യൂത്ത് എൻറിച്ച്മെന്റ് സൊസൈറ്റി, എനിക്കറിയാം. അതിനകത്ത് ഒരു ആളെന്റെ എനിക്കറിയാവുന്ന പയ്യൻ തന്നെയാണ്. അവര് അവരുടെ രീതിയിലൊരു ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് സംഘടനയുടെ ഭാഗമല്ല. ഭാഗമല്ല. ശരിക്കും നിങ്ങളൊരു കൂട്ടായ്മയായിട്ട് വന്നിട്ടുണ്ടല്ലോ ഇതിന് അഗെയിൻസ്റ്റ് സംസാരിക്കുമ്പോൾ. ഒരു പക്ഷേ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞവരെ കൂടി ചേർത്താണ് ഇത് വന്നത് അല്ലെ? നിങ്ങളുടെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് അതിനൊരു പേരുണ്ടോ? പേരൊന്നും ഇല്ല, അതൊന്നും ഇല്ല. ഇത് ജസ്റ്റ് സെയിം തിങ്കിങ് ഉള്ള. ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോകുന്നു, നമ്മൾ ഒരേ ജിമ്മിൽ പോകുന്ന എല്ലാവരും ഒരേ മൈൻഡ് സെറ്റ് ആണല്ലോ. അപ്പൊ അവിടെ അല്ല നമ്മൾ ജിമ്മിൽ ആ പിള്ളേർ ഒരു സെറ്റ് ആവുമല്ലോ. അതുപോലെ നമ്മൾ ഇതൊരു തിങ്കിങ് ആണ്. അപ്പൊ എല്ലാവരും ചിലപ്പോൾ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർ മാറി നിൽക്കും, ഒരേ അഭിപ്രായമുള്ളവർ ചുമ്മാ ഡിസ്കഷൻ ചെയ്യും. അല്ല, നമ്മൾ അങ്ങനെ വലിയ പ്രശ്നം ഇതൊന്നും ഇല്ല. ഇപ്പൊ വന്ന അറിയുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ 2 ജെൻഡർ ആ ഒരു ടീഷർട്ട് കാര്യങ്ങൾ ബ്രാൻഡാ. ശരിക്കും ആ ഒരു ഇത് കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടോ? ശരിക്കും ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഒരു ഉപകാരപ്പെടും. മെസ്സേജ് സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ there are only 2 genders എന്നുള്ള ഒരു മെസ്സേജ്. അപ്പം 1 more gender അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ടീഷർട്ട് ബ്രാൻഡ് പിള്ളേർ തുടങ്ങിയിരിക്കുന്നതാണ്, 2 gender squad എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഞാനും ഓക്കെ എന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ശരിക്കും ഈ 2 genders ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് LGBTQ എന്നൊരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വശത്തെ കൂടി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണോ അഭിഷേകിന്റെ നിലപാട്? അതോ ഇത്തരം ചെയ്യുന്ന LGBTQ എന്ന പേരില് കൃത്യമായിട്ട് അത് മുതലെടുപ്പ് നടത്തുന്നവരുണ്ട്? ശരിക്കും എന്താണ് അഭിഷേകിന്റെ വാദം? എന്താ? അപ്പൊ എന്റെ ചില LGBTQ പേരിൽ കുറച്ച് മുതലെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അതിനാണ് ഞാൻ എതിർക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ അതിനകത്താണ് ജാൻമണിയായിട്ടൊക്കെ ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ആ പുള്ളിക്കാരി നല്ലൊരു വ്യക്തിത്വമാണ്, എനിക്ക് മനസ്സിലാക്കിയത് വെച്ച്, ഞാൻ അത് കണ്ടത് വെച്ചാൽ പുള്ളി നല്ലൊരു വ്യക്തിത്വമാണ്. അങ്ങനെയുള്ളവരോടൊന്നും എനിക്ക് എതിർപ്പില്ല. അല്ലാതെ ഈ ബാക്കിയുണ്ട് ഞാൻ അവിടെ വെച്ച് പറഞ്ഞ പോലെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് കാറ്റഗറി കുറച്ച് ആൾക്കാരുണ്ട്, അവരെയാണ് ഞാൻ എതിർക്കുന്നത്. അല്ലാത്ത പക്ഷം ഒന്നും. പക്ഷേ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ മുതലെടുപ്പ് നടക്കുന്നവരോട് മാത്രമാണ് എതിർപ്പ് എന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇതിന് മുമ്പുള്ള അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇത് ജനറലൈസ് ചെയ്ത് പോകുന്നില്ലേ? പൊതുവെ ഇതിനു വേണ്ടി നിൽക്കുന്നവരെ കൂടി അവിടെ ഒരു ക്ലാരിറ്റി കുറവ് അഭിഷേകിന് തന്നെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് അല്ല, അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ ബിഗ് ബോസ് ചെയ്തത്. ബിഗ് ബോസിൽ ഞാൻ ജാൻമണിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കൂടി. അപ്പൊ എന്റെ എല്ലാവർക്കും മനസ്സിലായി, ഞാനിത് പറയുമ്പോഴും ഞാൻ ജാൻമണിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്റെ തിങ്കിങ് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഇന്ന രീതിയിലാണ്, ഇന്ന ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രമാണ് എതിർപ്പ്. അല്ലാതെ ഇങ്ങനത്തെ ഇപ്പൊ ജാൻമണിയെ പോലെ മാന്യമായിട്ട് ജീവിക്കുന്നവരെ കുറിച്ച് എനിക്കൊരു പ്രശ്നം. പക്ഷെ അതൊരിക്കൽ പോലും അതിന് മുമ്പ് അഭിഷേക് പറയാൻ തയ്യാറായിട്ടില്ല. ബിഗ് ബോസ് ഹൗസിന് ചെന്നതിന് ശേഷം ഒരു പക്ഷേ അതിന് മുമ്പ് ബിഗ് ബോസിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എത്ര ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാല് ഈ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വന്നിട്ടെങ്കിലും ഇപ്പം
ഫേസ് ടു ഫേസ് അങ്ങനെയല്ല. ഞാൻ ജസ്റ്റ് ഓരോരുത്തർ ഇരുന്ന് സാധനങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ. അല്ലാതെ ആ. ഞാൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ആക്ടിവിസ്റ്റ് ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഷെയർ ചെയ്യും, അതേ ഉള്ളൂ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആണ് കുറെ കൂടി ഇതിന് ക്ലാരിറ്റി ആ കൊടുക്കുന്നത്. അവിടെ വെച്ചിട്ട് ക്ലാരിറ്റി കൊടുക്കും. അവിടെ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത് എവിടേക്കോ ഞാനൊരു അവിടെ നിൽക്കുന്നത് റെപ്രസെന്റ് ചെയ്യുന്നു എന്നതിന്റെ ഒപ്പം തന്നെ ഞാനൊരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ദിശാബോധമുണ്ട്. ഉണ്ട്. ഞാനിവിടെ നിലനിൽക്കണം, അതിനൊപ്പം പുറത്തൊരു ആളുകളുടെ സപ്പോർട്ട് കൂടി വേണം. അതിനകത്ത് ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ കുറെ കൂടെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് കുറയുമെന്നുള്ളൊരു പേടി വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി പോകാൻ റെഡിയായിരുന്നു. ഞാൻ എപ്പോഴും അവിടെ സായിയോട് പറയും, അടുത്ത നോമിനേഷനിൽ നമ്മൾ രണ്ടുപേരും ഉണ്ട്, ഇറങ്ങി പോകണമെങ്കിൽ ആദ്യം പോയിട്ട് ദിണ്ടിക്കൽ തലപ്പാക്കട്ടെ ബിരിയാണി കഴിക്കാം. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അവിടെ നിൽക്കുന്ന ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച അത് കറക്റ്റായിട്ട് നിന്ന് ഈ പോകും. നിൽക്കുന്ന ഒരാഴ്ച ഈ ഒരാഴ്ച ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയത്തെ എല്ലാവരിലേക്ക് എത്തിക്കണതായിരുന്നു ആവശ്യം. അല്ലെങ്കിൽ ഞാൻ എന്നൊരു മനുഷ്യന് ഒരു ബെസ്റ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിരുന്നു. എന്തായിരുന്നു അഭിഷേകിന്റെ ഞാനെന്ന വ്യക്തി എന്താണെന്നുള്ളത് കാണുക എന്നുള്ളതായിരുന്നു. ഞാനെന്ന വ്യക്തിയിൽ അങ്ങനത്തെ ആശയങ്ങളുണ്ട്, അങ്ങനത്തെ സ്വഭാവ ഗുണങ്ങളുണ്ട്, സ്വഭാവ ദോഷങ്ങളുണ്ട്, അതെല്ലാവരും കാണട്ടെ, അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത്തരത്തില് മുതലെടുപ്പ് നടക്കുന്നവരെ മാത്രമാണ് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ടായിരുന്നു വന്ന സമയത്ത് അഭിഷേകിന്റെ അതേ പേരിലുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അല്ലെ, മറ്റൊരു അഭിഷേക് കൂടി അവിടെ കണ്ടിരുന്നു. അദ്ദേഹം ഹോമോസെക്ഷലാണ്, ഇത്തരത്തിലെ LGBT റെപ്രസെന്റ് ചെയ്ത് വന്നൊരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് വിശേഷിപ്പിക്കുന്ന കാര്യത്തിൽ വരെ തുടങ്ങി? അത് കറക്റ്റായിട്ട് എനിക്ക് ഞാൻ അന്ന് തന്നെ പറഞ്ഞു, എന്തോ കൊറിയൻ മെല്ലുവിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു റീസൺ എനിക്ക് അതെന്റെ മൈൻഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു, അതേ ഉള്ളൂ. യെസ്, ആൻഡ് തീർച്ചയായിട്ടും നമ്മൾ ഇനിയൊന്ന് സെഗ്മെന്റിലോട്ട് പോവാണ്. ഓക്കെ, പറയാതെ വയ്യ. അപ്പൊ ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും. അപ്പോ അതിന് പെട്ടെന്ന് അത് കേൾക്കുമ്പോ ഇത് തോന്നില്ല, ഇത് കേൾക്കുമ്പോൾ ഇത് പറയാതെ വയ്യ എന്ന് തോന്നുന്ന പോലെ പെട്ടെന്നുള്ള റിയാക്ഷൻ റെസ്പോൺസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ്സിലോട്ട് കടന്നോട്ടെ. ഓക്കെ. ഞാൻ പറയാതെ വയ്യ ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ച സമയത്ത് മറ്റാരെയും വെട്ടിച്ച് ബിഗ് ബോസ് കപ്പ് സ്വന്തമാക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? ഇല്ല, ടിക്കറ്റ് ഫിനാലെ അല്ലായിരുന്നു അവസാനം എന്നൊരു ചിന്ത എനിക്കറിയാം. അങ്ങനത്തെ ഒരു സംഭവം എനിക്കറിയാം. ടിക്കറ്റ് ഫിനാലെ ജയിച്ചു ഇല്ലേ, നമ്മള് വേറെ എന്തെങ്കിലും ഭയങ്കര നിന്നാൽ പോലും ജനങ്ങൾ ലാസ്റ്റ് ആരെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ടിക്കറ്റ് ഫിനാലെ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഇത് ജയിക്കോ തോക്കോ എന്നുള്ളതല്ല, നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ മാറ്റർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് എനിക്ക് ഋഷിയോട് കണ്ടാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നീ ജയിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അതല്ല അവസാനമെങ്കിലും എവിടേക്കോ ഇത് എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തും അതനുസരിച്ച് വോട്ട് കൂടുന്നുണ്ടായിരിക്കും, സ്വീകാര്യത കിട്ടുന്നുണ്ട്, അപ്പൊ എനിക്കൊരു കപ്പടിക്കാം, അത്തരത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. കോൺഫിഡൻസ് നേരത്തെ മുതലേ ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ നിൽക്കുക, നമുക്ക് മാക്സിമം പോവുക, കപ്പ് കിട്ടിയ ബോണസ്, അങ്ങനെ ഞാൻ ചിന്തിച്ചു. കപ്പ് കിട്ടിയാൽ കൊള്ളാം. നിൽക്കുന്നതാണ് ഇത് കാര്യം. കപ്പ് ബോണസാണ്, കപ്പ് ബോണസാണ്, കപ്പ് ഇപ്പോഴും ബോണസാണ്. നമുക്ക് എങ്ങനെ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ഇവിടുത്തെ മെയിൻ നമ്മളിപ്പം ബിഗ് ബോസിന്റെ മെയിൻ കപ്പ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ജനങ്ങളുടെ സ്വീകാര്യത എന്ന് പറയുന്നതാണ്. അതാണ് മെയിൻ കപ്പ് എന്ന് ഞാൻ കണ്ടത്. അതും പിന്നെ മറ്റേ നമ്മളാണ് മെയിൻ ഫസ്റ്റ് വരുന്ന കപ്പ്, അത് ബോണസ്, അങ്ങനെയാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അവിടെ. അടുത്തൊരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാണ്. LGBTQ എന്ന കമ്മ്യൂണിറ്റിയെ എതിർത്ത് നിന്നത് കപ്പ് നഷ്ടപ്പെടുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്? ഇല്ല, എവിടെയെങ്കിലുമൊക്കെ ഇത്രത്തോളം അഗേൻസ്റ്റ് ആയി സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ടിക്കറ്റ് ഫിനാലിൽ എത്തി ഒരു ആദ്യത്തെ ആളാണ്, പുറത്ത് കുറെ സ്വീകാര്യത ഫാമിലി ഓഡിയൻസ് കിട്ടുന്നുണ്ട്, ഒരു പക്ഷേ ഇതിന്റെ ഒരു പ്ലസ് കൂടി ആയിരുന്നെങ്കിൽ കപ്പിലേക്ക് എത്തിയായിരുന്നു. ഇല്ല, ഞാൻ ഫസ്റ്റ് വീക്ക് നിന്നത് അവർക്കെതിരെ പറഞ്ഞുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഇപ്പോൾ അന്ന് വോട്ടിങ്ങിന്റെ ചാർട്ട് കാണിച്ചപ്പോൾ പോലും ഞാൻ ഫസ്റ്റ് വീക്ക് എൻ്റെ ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഇപ്പം ലാസ്റ്റ് ചാർട്ട് കാണിച്ചപ്പോൾ എനിക്ക് നല്ല വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജസ് വന്നു, ചേട്ടൻ വന്നിട്ട് ആദ്യം ചെയ്തത് ഭയങ്കരമായിരുന്നു, അതൊരു ഭയങ്കര ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് ഞാൻ ഫസ്റ്റ് വീക്കിൽ നോമിനേഷനിൽ ഞാൻ ജയിക്കാൻ കാര്യം അവർക്കെതിരെ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്, അവർക്കെതിരെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ആരാണെന്ന് ജനങ്ങൾ അറിഞ്ഞത്, എന്താണെന്നുള്ളത്. ഞാൻ എന്റെ ക്യാരക്ടറിൽ എന്റെ ഇന്ന സൈഡ് ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞതാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, ഹൗസിനുള്ളിൽ താൻ പോലും അറിയാതെ അഭിഷേകിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു? ശത്രുക്കൾ അവിടെ ഞാൻ ശത്രുവായിട്ട് ആരും കാണുന്നില്ല. എന്നോടും ശത്രുത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പേഴ്സണലി ആർക്കെങ്കിലും എന്നോട് ഉണ്ടോയെന്ന് അറിയത്തില്ല. എല്ലാവരും കോമ്പറ്റീറ്റേഴ്സാണ്. നമ്മൾ അവിടെ ഇൻഡിവിജ്വൽ പ്ലേ ആണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്തേ പറ്റൂ. ചിലപ്പോൾ ഞാൻ അടുത്തിരുന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഗെയിംസ്, ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഋഷിയെ കയറ്റി വിടാൻ നോക്കാം. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ രീതിയിലാണ് നിന്ന് കളിച്ചത്, എനിക്ക് കയറാം. ഋഷി കാരണം അവനൊരു ഇൻഡിവിജ്വൽ ഗെയിമറാണ്. അപ്പൊ അവന്റെ രീതിയിൽ കളിക്കട്ടെ, ഞാൻ എൻ്റെ രീതിയിൽ കളിക്കട്ടെ, ആ രീതിയിലൊക്കെ പോയി. അങ്ങനെയൊക്കെ പറയുമ്പോഴും എവിടേക്കോ ഇത് ആരോഗ്യകരമായിട്ടുള്ള മത്സരം വേണം, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം എന്നൊക്കെ പറയുമ്പോഴും ഈ ഗെയിമാണ് ഇത്, ഒരു കപ്പിലേക്കും അതിന്റെ പ്രൈസ് മണിയിലേക്കുള്ള ഒരു ദൂരമാണെന്ന് പറയുമ്പോഴും ഇതൊക്കെ ഒരു വ്യക്തിപരമായിട്ട് ചില സമയങ്ങളിൽ അത് മാറാറില്ലേ? ഇല്ലേ,
അതല്ല ഒരു ശത്രുത മനോഭാവത്തിലേക്ക് മാറാറ് പലപ്പോഴും. എനിക്ക് എന്റെ കേസിലാണെങ്കിൽ എനിക്ക് ആരോട് ശത്രുത മനോഭാവം അഭിഷേകിനോട് എന്നോട് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അതിനെ കുറിച്ച് ഒരു പിടിയില്ല. അപ്പൊ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാനത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഇതുവരെ എടുത്തിട്ടുള്ളൂ. കാരണം ഇതുവരെ ഞാൻ പിന്നെ വേറെ ആരുടെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ ഇതുവരെ വന്നിട്ട് യൂട്യൂബ് എടുത്ത് നോക്കിയിട്ടില്ല ഒന്നും. ആകെപ്പാട് ഇപ്പൊ വന്നപ്പോൾ ഒരു പാട്ടൊക്കെ കണ്ട് വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും ഇന്റർവ്യൂവിൽ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ കാണാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് വിട്ടേക്കാം, നെഗറ്റിവിറ്റി അങ്ങ് വിട്ടേക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ഇപ്പൊ ടാസ്കിന്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പൊ എൻ്റെ ഒരു മേൽക്കൈ എന്തെല്ലാം അറിയാം. അപ്പൊ അത് വരുമ്പോൾ അവരെന്നെ ടാർഗറ്റ് ചെയ്യും. അത് ഞാൻ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ളൂ. അതൊരു പേഴ്സണൽ ശത്രുതയായിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. യെസ്.